ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും പ്രയോജനമില്ല. ടീച്ചർക്കും കുട്ടികൾക്കും അവകാശപ്പെട്ടൊരു കാര്യമല്ലേ. ഞാൻ എന്ത് ചെയ്യും? എന്തെല്ലാം പറഞ്ഞു നോക്കി. നിങ്ങളുടെ അവകാശങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ എനിക്കെന്ത് ഗുണം? എന്ത് വേണമെങ്കിലും തരാം. എനിക്കും എന്റെ മക്കൾക്കും ഉള്ളത് വാങ്ങിച്ചു തന്നാ മതി. ഞാൻ ഏറ്റു. പക്ഷെ നമ്മൾ നിങ്ങളൊരു കരാറുണ്ടാക്കണം. 50-50. വേറെ പണിയൊന്നുമില്ലേ? മുതലാളി ഓടി നടന്നുകൊണ്ട് ഞാൻ ഓടിപ്പോയതാണ്. മതി മതി. തന്നെ എസ്റ്റേറ്റിൽ പോയി തോമസിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അടിയന്തരാണ്. ഓ എന്താണ് നോക്കിക്കുന്ന പോടോ. നമസ്കാരം. അല്ല ആരായത്? നമ്മുടെ ജാനകിയമ്മ അല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. അതെന്താ? അതേ ദിവസം തോറും ഇങ്ങനെ ചെറുപ്പായി വന്ന എങ്ങനെയാ അറിയാ? കോളേജിൽ പഠിക്കുന്ന ഏതോ പെൺകുട്ടിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചേ. ഈയിടെയായി എല്ലാരും അങ്ങനെയാണ് പറയുന്നത്. താൻ പോയി പറഞ്ഞ കാര്യം ചെയ്യേ. ഓ ജോലി തിരക്കായിരിക്കും അല്ലേ? അതെ. സോറി കേട്ടോ, ഞങ്ങൾ വന്നത് മഹിളാ സമാജത്തിന്റെ വാർഷികത്തിന് മിസ്റ്റർ ജയചന്ദ്രനെയും മിസ്സിസിനെയും ക്ഷണിക്കാനാണ്. വരാൻ വിഷമമാണ്. സംഭാവന വേണമെങ്കിൽ തരാം. സംഭാവന വേണം. പിന്നെ മിസ്സിസിനെ സമാജത്തിന്റെ ഒരു പേറ്റനാക്കുകയും ചെയ്യണം. ഇതാ ഡൊണേഷൻ. മിസ്സിസിന് ഇതിനൊന്നും നടക്കാൻ സമയമില്ല. അത് വീട്ടിൽ വേറെ ജോലിയുണ്ട്. അയ്യോ, അപ്പോൾ വേലക്കാരികളാണല്ലേ ജോലിക്ക്? ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം? മിസ്സിസ് എവിടെ? ഒന്ന് കണ്ട് ക്ഷണിക്കാമെന്ന് കരുതിയാണ്. ജോലിയിലാണ്. വിവരമൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി. എന്ത് മനുഷ്യ കഷ്ടം. ആ ഭാര്യ എന്തോരം സഹതപിക്കുന്നുണ്ടാവും. രക്ഷക്കല്ലേ. മലായ് കുഞ്ഞുമോൻ വാണ്ടഡ് ബൈ മഹാരാഷ്ട്ര പോലീസ്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 25,000 ഇനാം. ഈ നിമിഷം നിന്നെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. 25,000 രൂപയും കിട്ടും. വേറൊന്നും വേണ്ട, ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തു പറയുന്നു? സാറേ, സാറ് പറയും പോലെ ഞാൻ ചെയ്തേക്കാം. ആ പോലീസുകാർക്ക് എന്നെ പിടിച്ചു കൊടുക്കരുത്. ചതച്ച് ചാമ്പലാക്കും. ഇതിനു മുമ്പ് ഒരു കേസിൽ അനുഭവിച്ചതാണ്. അപ്പോ പിന്നെ നമുക്കൊരു കോൺട്രാക്റ്റിൽ എത്താമല്ലോ. ആട്ടെ, കുഞ്ഞുമോൻ എനിക്ക് എന്ത് തരും? എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എന്ത് വേണം? ആരെ കൊല്ലണം? ആരെയും കൊല്ലണ്ട. മരിച്ചുപോയി. ഒരു അബോർഷൻ കേസാണ്. ശവം കാണിച്ചു തരാം. കുഞ്ഞുമോനത് ആരും അറിയാതെ മറവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വെരി ഗുഡ് കുഞ്ഞുമോൻ. നമ്മുടെ എസ്റ്റേറ്റിന്റെ തെക്ക് ഭാഗത്തുള്ള ആ തേക്കിൻ മരമല്ലേ, അതിന്റെ ചുവട്ടിൽ ആ ശവം കുഞ്ഞുമോൻ സംസ്കരിക്കണം. ഞാൻ വിചാരിച്ച് 2-3 പേരെ കൊല്ലണമെന്ന്. വലിയ വലിയ കാര്യമൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അതപ്പം നോക്കാം. ലിസിക്ക് എന്താണ് വിഷമം? എനിക്ക് വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു? എന്റെ വിഷമങ്ങളെല്ലാം തീർന്നു. ഞാൻ ഒരു തീരുമാനത്തിലെത്തി. തീരുമാനത്തിൽ? എനിക്കും എന്റെ കുട്ടികൾക്കും ജീവിക്കണ്ടേ? അതിന് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? 10 കൊല്ലം നിങ്ങളുടെ വെപ്പാട്ടിയായി ജീവിച്ചെനിക്ക് വ്യഭിചരിക്കാൻ വിഷമമില്ല. 4 പേരെ വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വ്യഭിചരിക്കും. എന്റെ മക്കൾക്കും എനിക്കും ജീവിക്കണ്ടേ? നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തായില്ല, പക്ഷെ പിടിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് പോകും. Get out! I say get out! സുശീലേ, വിളിച്ചോ? നിനക്കെന്നെ പേടിയാണ്? പേടിയോ? ഇല്ല. സുശീലേ, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീ കൂടി വിചാരിച്ചാലേ അതിന് പരിഹാരം കണ്ടെത്താനും. ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാണ്? സുശീലേ, നിനക്കറിയില്ലേ ലിസിയുടെ കാര്യം? കഴിഞ്ഞ 10 വർഷമായി അവൾ എന്റെ കൂടെയാണ്. അവളിൽ എനിക്ക് 2 കുട്ടികളുണ്ട്.
അവരെ രക്ഷിക്കേണ്ട ഭാരം എനിക്കില്ലേ? അവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? തീർച്ചയായും അവർക്ക് എന്തെങ്കിലുമല്ല, എല്ലാം കൊടുക്കേണ്ടതാണ്. എന്റെ മക്കളെക്കാൾ എന്റെ കുട്ടികളാണവർ. എങ്കിൽ നീ നാളെ വന്ന് എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒപ്പിട്ടുതരും. കുട്ടികളുടെ പേരിലാണെങ്കിൽ ചെയ്യാം. അതുപോലെ അതുകൊണ്ട് കാര്യമില്ല. അവർ മൈനർമാരല്ലേ, ലിസിയുടെ പേരിലാക്കണം. ലിസി ടീച്ചറോ? എങ്കിൽ എനിക്ക് അച്ഛനോട് കൂടി ഒന്ന് ചോദിക്കണം. അച്ഛനോട്? എന്തിന്? വേണം. അച്ഛനോട് ചോദിക്കാതെ എനിക്ക് അങ്ങനെ ചെയ്യാൻ നിവർത്തിയില്ല. എന്നാൽ കാറെടുത്ത് പോയി അച്ഛനെ വിളിച്ചിട്ടോ? വേണ്ട, അച്ഛൻ 2 ദിവസത്തിനകം ഇവിടെ വരും. അച്ഛനെ കൊണ്ട് ഞാൻ വരണം ടീച്ചർ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. ഈ കോൺട്രാക്റ്റിൽ നമുക്ക് ഒരുമിച്ച് ഒപ്പിടാം. ഇതാ. നീ പറയുന്നതൊക്കെ ശരി തന്നെ. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാം, പ്രായമാവട്ടെ. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ലിസി ടീച്ചർ കുട്ടികളുടെ അമ്മയല്ലേ? അവർ കുട്ടികളെ നോക്കാതിരിക്കോ? നോക്കിയെന്നും വരാം, നോക്കിയില്ലെന്നും വരാം. അപ്പോ അദ്ദേഹം വരുമ്പോൾ ഞാൻ എന്തു പറയണം? ഇന്നെന്ന പോലെയാണ് കാര്യങ്ങൾ, എനിക്കൊട്ടും സമ്മതമില്ല എന്ന് പറഞ്ഞേക്ക്. എന്നാ ഞാൻ പോട്ടെ. അച്ഛാ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ട് പോയാ പോരെ? അയാൾ എപ്പോ വരുമോ ആർക്കറിയാം. അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്കറിയാമായിരുന്നു നിന്റെ അച്ഛനെതിരൊന്നും പറയില്ല. അപ്പൊ രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്താം അല്ലേ? ഇപ്പൊ വേണ്ടെന്നാ അച്ഛൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, നാളെ തന്നെ തീർ കിടക്കണം. എന്റെ അച്ഛന്റെ സ്വത്താണ്, നിന്റെ അച്ഛന്റെ സ്വത്തല്ല. അച്ഛനോട് ഒന്നുകൂടെ നിർബന്ധിച്ചു നോക്കട്ടെ. നിന്റെ നിർബന്ധിക്കണം. കൊച്ചിന് കാര്യം പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അമ്മണി, നീ ആരോടും പറയല്ലേ. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദേഷ്യം തോന്നി അടിച്ചതാണ്. സാരമില്ല. സത്യത്തിൽ ഞാൻ നെട്ടിപ്പോയി കേട്ടോ. എന്നാ ഞാൻ വരട്ടെ. എന്താ മക്കളെ ഇന്ന് ഇത്രയും നേരം വൈകിയത്? ഇന്ന് ഞങ്ങളുടെ ടീച്ചർ ആന്റിയെ പറ്റി ചോദിക്കുകയായിരുന്നു. എന്നെ പറ്റിയോ? എന്താ മോളെ ചോദിച്ചത്? ആന്റിക്ക് നല്ല ഭംഗിയുണ്ടോ? എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? കാക്കിയെ പോലെ ഭംഗിയുണ്ടെന്നല്ലേ?